ഹലോ ആൻഡ് വെൽക്കം ടു ഹെൽത്ത് ഡെസ്ക്. ഞാൻ ഡോക്ടർ ശ്രുതി. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കിനെ കുറിച്ചാണ്. നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ഡയറ്റ്സ് ഇൻ ജനറലിനെ കുറിച്ചാണ്. ഇന്നത്തെ കാലത്ത് ഒരുപാട് ടൈപ്പ് ഓഫ് ഡയറ്റ്സിനെ കുറിച്ച് നമ്മൾ കേൾക്കാറുണ്ട്. ഒരു ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് വളരെ പോപ്പുലറാണ്, കീറ്റോ ഡയറ്റ് വളരെ പോപ്പുലറാണ്, അതുപോലെ തന്നെ ഒത്തിരി ലിമിറ്റിംഗ് ടൈപ്പ് ഓഫ് ഡയറ്റ്സ് വളരെ വളരെ പോപ്പുലർ ആയിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഡയറ്റ്സിനെ കുറിച്ച് സംസാരിക്കുന്നത് എന്തുകൊണ്ടും റെലവൻ്റ് ആണെന്ന് എനിക്ക് തോന്നി. എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ ഡയറ്റ് ചെയ്യുന്നത് എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ബിഫോർ യു ഡിസൈഡ് വാട്ട് ഡയറ്റ് ടു ഫോളോ. എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ളത് പല ആൾക്കാരും പല റീസണിന് വേണ്ടിയിട്ട് ഡയറ്റ് എടുക്കാറുണ്ട്. ഫോർ എക്സാമ്പിൾ ഞാൻ കൂടുതലും സ്കിൻ സ്പെഷ്യലിറ്റിയാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്ക് സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള ഡയറ്റ് ഫോളോ ചെയ്യാനാണ് എനിക്ക് താല്പര്യം. എൻ്റെ സ്കിന്നിൽ ഒരുപാട് ബ്രേക്ക്ഔട്ട്സ് വരാതിരിക്കാനും ഒരുപാട് ആക്നെ ഒന്നും വരാതിരിക്കാനും അങ്ങനെയുള്ളൊരു റെസ്ട്രിക്റ്റീവ് ഡയറ്റാണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. എന്നാൽ വേറൊരാൾക്ക് ഒരു പക്ഷേ വെയിറ്റ് ലോസ് ആയിരിക്കാം ടാർഗറ്റ്. മറ്റൊരാൾക്ക് അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു ഡയറ്ററി ഇഷ്യൂ, ഫോർ എക്സാമ്പിൾ ലാക്ടോസ് ഇൻടോളറൻസോ അല്ലെങ്കിൽ പാൽവർഗ്ഗങ്ങളോടുള്ള എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ഒരു ഗ്യാസ്ട്രിക് ഇഷ്യൂ കാരണമായിരിക്കാം ഡയറ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് ആണ് നിങ്ങളുടെ എയിം ഓഫ് ഡയറ്റ്, എന്താണ് നിങ്ങളുടെ ഒബ്ജക്റ്റീവ് ഓഫ് ഡയറ്റ് എന്നുള്ളത് ആദ്യം എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നുള്ളതാണ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഇതിൽ പലപ്പോഴും പലരും ചെയ്യുന്നത് മോസ്റ്റ് കോമൺ ഒരു റീസൺ ഡയറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടെന്ന് പറയുന്നത് വെയിറ്റ് ലോസ് ആണ്. ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കാര്യം, വെയിറ്റ് ലോസ് എന്ന് പറയുന്നത് ഡയറ്റ് ചെയ്തത് കൊണ്ട് മാത്രം അച്ചീവ് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമല്ല. നിങ്ങൾ അഥവാ വെയിറ്റ് ലോസ് അച്ചീവ് ചെയ്യാൻ നോക്കുന്ന ഒരാളാണെങ്കിൽ ഡയറ്റ് പോലെ തന്നെ നിങ്ങളുടെ ജനറൽ ലൈഫ് സ്റ്റൈലും ആക്ടിവിറ്റിയും ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് വെയിറ്റ് ലോസിന് വേണ്ടി ഡയറ്റ് ചെയ്യുന്നവരാണ് അൺഫോർച്ചുനേറ്റ്ലി ഇത്തരത്തിലുള്ള ഡയറ്റ് റിലേറ്റഡ് ഇഷ്യൂസിലോട്ടും പോകാനായിട്ടുള്ള സാധ്യത കൂടുതൽ. ഇനി എന്ത് തരം ഡയറ്റാണ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടതെന്നുള്ളത്, അഥവാ നിങ്ങൾക്ക് എന്തെങ്കിലും അതിൽ എപ്പോഴും നിങ്ങൾ വായിക്കുക ഇതിനെക്കുറിച്ച്, അല്ലെങ്കിൽ നിങ്ങൾ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് കണ്ടൻറ്റ് നന്നായിട്ട് കൺസ്യൂം ചെയ്യുക. അപ്പോൾ അതിൽ നിന്ന് തന്നെ നല്ലൊരു ക്ലാരിറ്റി കിട്ടും നിങ്ങളുടെ ബോഡി ടൈപ്പിനും നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിനും ഇൻകോപ്പറേറ്റ് ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള ഡയറ്റ് എന്താണെന്നുള്ളത്. രണ്ടാമത്തെ കാര്യം, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, നിങ്ങൾ എപ്പോഴും ഒരു മെഡിക്കൽ പ്രാക്ടീഷണറിൻ്റെയോ ഒരു ഡയറ്റീഷ്യൻ്റെയോ ഗൈഡൻസോട് കൂടി ഒരു ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് എന്തുകൊണ്ടും നിങ്ങൾക്ക് ബെനിഫിഷ്യലായിട്ട് ഉണ്ടാവുക. ബിക്കോസ് ഇത്തരത്തിലുള്ള ട്രെയിൻഡ് എക്സ്പേർട്സ് നിങ്ങളെ ഗൈഡ് ചെയ്യുമ്പോഴേക്കും നിങ്ങൾക്ക് വരാവുന്ന ഒത്തിരി പ്രോബ്ലംസിൽ നിന്നും, ഡയറ്റിംഗ് കാരണം വരാവുന്ന ഒത്തിരി പ്രോബ്ലംസ് ഹാൻഡിൽ ചെയ്യാനും ഇവർ ഹെൽപ്പ് ചെയ്യും. കോമൺലി കണ്ടുവരുന്ന ഡയറ്റ്സിൽ നിങ്ങൾക്ക് ബെനിഫിറ്റ്സ് ആയിട്ട് വരാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് നല്ലൊരു ഡിഗ്രി വെയിറ്റ് മാനേജ്മെൻറ്റിന് ഹെൽപ്ഫുള്ളാണ്, നിങ്ങളുടെ ഓവറോൾ മെറ്റബോളിസത്തിനെ ഹെൽപ്പ് ചെയ്യണം, പിന്നെ നിങ്ങളുടെ ഈ പറഞ്ഞ കൂട്ട് സ്കിൻ ആൻഡ് ഹെയർ റിക്വയർമെൻറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതിലും ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടണം. ഇതൊക്കെയാണ് നല്ലൊരു ഹെൽത്തി ഡയറ്റിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടാവുന്നത്. എന്നാൽ ഡയറ്റ് ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഉണ്ടാകാവുന്ന കുറച്ച് സൈഡ് ഇഫക്ട്സ് അല്ലെങ്കിൽ ഡ്രോബാക്സ് എന്തൊക്കെയാണെന്നും കൂടി നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ഇത് കൂടുതലും കണ്ടുവരുന്നത് ഒരു അൺട്രെയിൻഡ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു അൺഗൈഡഡ് ആയിട്ടോ ഉള്ളൊരു ഡയറ്റ് ചെയ്യുന്നവർക്കാണ് കൂടുതലും ഈ പ്രോബ്ലംസ് നിങ്ങൾ കണ്ടുവരുന്നത്. നമ്പർ 1 എന്ന് പറയുന്നത് യൂഷ്വലി കാണുന്നത് ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസീസ് ആണ്. മിക്കവാറും എല്ലാവരും ക്രാഷ് ഡയറ്റിംഗ് പോലുള്ള ഒരു പ്രോട്ടോക്കോൾസാണ് ഫോളോ ചെയ്യുന്നത്. അതായത് കുറച്ച് ഭക്ഷണം കഴിക്കാതിരിക്കുക, അല്ലെങ്കിൽ ഒട്ടും തന്നെ ഭക്ഷണം കൺസ്യൂം ചെയ്യാതിരിക്കുക, പിന്നെ എടുക്കുന്നത് തന്നെ വളരെ വളരെ കുറച്ച് ക്വാണ്ടിറ്റി എടുക്കുക, ആ എടുക്കുന്ന ക്വാണ്ടിറ്റി ഓഫ് ഫുഡിൽ ആവശ്യത്തിനുള്ള ന്യൂട്രിയൻസ് ഉണ്ടാവാതിരിക്കുക. അപ്പോൾ ഇത് കാരണം നിങ്ങൾക്ക് ഉണ്ടാവുന്നത് എന്തൊക്കെയാണ്, നിങ്ങൾക്ക് വളരെ സിവിയർ ആയിട്ടുള്ള ഡയറ്ററി ഡെഫിഷ്യൻസീസ് ഉണ്ടാവാം. വൈറ്റമിൻ ഡെഫിഷ്യൻസീസോ മറ്റു തരത്തിലുള്ള ഡയറ്ററി ഡെഫിഷ്യൻസീസോ കൊണ്ട് നിങ്ങൾ ഡയറ്റ് ചെയ്യുന്നത് കാരണം നിങ്ങൾക്ക് കൂടുതൽ ദോഷഫലമാണ് ഉണ്ടാവുന്നത്. അപ്പോൾ അത് വരാതിരിക്കണമെങ്കിൽ നിങ്ങൾ ഡയറ്റ് ചെയ്യുവാണെങ്കിലും അതിൽ ന്യൂട്രിയൻറ്റിൻ്റെ അളവ് വളരെ നന്നായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് ഇൻകോപ്പറേറ്റ് ചെയ്തിരിക്കണം. രണ്ടാമത്തെ കോമൺ ആയിട്ട് കണ്ടുവരുന്നത് കീറ്റോ ഫ്ലൂ എന്നുള്ള പേരിൽ ഇതിൽ അറിയപ്പെടും. അതായത് ഒരു ഡയറ്റ് ഇനീഷ്യലി സ്റ്റാർട്ട് ചെയ്യുമ്പോഴേക്കും നിങ്ങൾക്ക് ഉണ്ടാകാവുന്ന കുറച്ച് സിംറ്റംസ് ആണ്. ഹെഡേക്സ് ഉണ്ടാവാം, ഒരു ടയേർഡ്നെസ് ഉണ്ടാവാം, ലാക്ക് ഓഫ് എനർജി ഫീൽ ചെയ്യാം, പിന്നെ പലപ്പോഴും നോസിയ പോലുള്ള സംഭവങ്ങൾ വരാം, കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവാം, ഡിസീനസ് ഉണ്ടാവാം. ഇതൊക്കെയെന്ന് പറയുന്നത് നിങ്ങൾ വളരെ അഗ്രസീവായിട്ടുള്ളൊരു ഡയറ്റ് തുടങ്ങുന്ന ഒരു സമയത്ത് നിങ്ങൾക്ക് ഫീൽ ചെയ്യാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ അറിയണമെങ്കിൽ, ഒന്ന്, നിങ്ങൾ ഇതിനെക്കുറിച്ച് അവെയർ ആയിരിക്കണം. രണ്ട്, അഥവാ ഇങ്ങനത്തെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അതിനെ എങ്ങനെ ഡയറ്റ് ബ്രേക്ക് ചെയ്യാതെ തന്നെ ടാക്കിൾ ചെയ്യാം എന്നുള്ളതും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു സംഭവം പലരിലും പല രീതിയിലാണ് ടാക്കിൾ ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് നിങ്ങൾക്കൊരു എക്സ്പെർട്ട് ഗൈഡൻസിൻ്റെ ആവശ്യം വരുന്നത്. നമ്പർ 3 എപ്പോഴും കണ്ടുവരുന്ന ഒരു പ്രോബ്ലമാണ്
നിങ്ങൾ ഒരു ഇറാറ്റിക് ആയിട്ടുള്ള ഡയറ്റ് പാറ്റേൺസ്, അതായത് നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു അഗ്രസീവ് ഡയറ്റ് പാറ്റേണിലോട്ട് പോയി കഴിഞ്ഞാൽ സസ്റ്റെയിൻ ചെയ്യാൻ കഴിയാതെ വരുമ്പോഴേക്കും നമ്മൾ ഇൻ്റർമിറ്റൻ്റ് ആയിട്ട് ഡയറ്റ് ചെയ്യുകയും അതുപോലെ തന്നെ ഒരുപാട് ഓവർ ഈറ്റ് ചെയ്യുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ വരാറുണ്ട്. അപ്പോൾ അത് വരുമ്പോഴും ഒന്ന്, നമ്മൾ ഉദ്ദേശിക്കുന്ന ടാർഗറ്റ്സ് നമ്മൾ എത്തത്തില്ല, രണ്ട്, നമുക്ക് കൂടുതൽ ഒരു ബാഡ് ഇഫക്ട്സ് ഓഫ് ഡയറ്റിംഗ് ആണ് കൂടുതൽ കാണുന്നത്. പിന്നെ അതുപോലെ തന്നെ എക്സസീവ് ഡയറ്റിംഗ് കാരണം ഉണ്ടാകാവുന്ന പ്രോബ്ലമാണ് നിങ്ങൾക്ക് സിവിയർ ഡീഹൈഡ്രേഷൻ പോലുള്ള പ്രോബ്ലംസ് വരാം, യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ് വരാം, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഹെയർ ലോസ് പോലുള്ള പ്രോബ്ലംസും ഇനിഷ്യേറ്റ് ആവാം. ഇതിന് പ്രൈമറി റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഡെഫിഷ്യൻറ്റ് ഡയറ്റിംഗ് ആണ്. അതായത് കറക്റ്റായിട്ടുള്ള ന്യൂട്രിയൻസ് ഇൻക്ലൂഡ് ചെയ്യാതെ ആവശ്യത്തിന് കാലറി കൗണ്ട് ചെയ്തിട്ട് അല്ലാത്ത ഡയറ്റ് ഫോളോ ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരുന്നത്. അപ്പോൾ ഇതൊന്നും വരാതിരിക്കണമെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി നമ്പർ 1 എപ്പോഴും ഗൈഡഡ് ആയിട്ട് മാത്രമേ നിങ്ങളിത് ചെയ്യാവുള്ളൂ. വേറൊരു കോമൺ മിസ്റ്റേക്ക് പലപ്പോഴും പലരും ചെയ്യുന്നത്, നമ്മൾക്ക് പരിചയമുള്ള ഒരാൾ ഏതെങ്കിലും ഒരു ഡയറ്റ് ഫോളോ ചെയ്തു, അദ്ദേഹം പ്രോബബ്ലി നല്ലൊരു ഡയറ്റീഷ്യനെയോ അല്ലെങ്കിൽ നല്ലൊരു ഡോക്ടറിനെയോ കണ്ടിട്ടായിരിക്കാം ഈ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്തത്. അദ്ദേഹത്തിൻ്റെ ആ ഡയറ്റ് പ്രോട്ടോക്കോളിനകത്ത് തുടങ്ങുന്നതിന് മുമ്പ് കുറച്ച് ബ്ലഡ് ടെസ്റ്റ് ഇൻക്ലൂഡഡ് ആയിരിക്കാം, ഇൻ്റർമിറ്റൻ്റ് ആയിട്ട് ചില ബ്ലഡ് പാരാമീറ്റേഴ്സൊക്കെ നമ്മൾ ചെക്ക് ചെയ്തായിരിക്കാം അദ്ദേഹം ഫോളോ ചെയ്യുന്നത്. പെട്ടെന്ന് ഒരു ദിവസം അദ്ദേഹത്തിനെ കണ്ടപ്പോൾ ഹീ ലുക്സ് മച്ച് ബെറ്റർ, കുറച്ച് വെയിറ്റ് ലോസ് ഒക്കെ ആയിട്ടുണ്ട്, ആൾ കുറച്ചുകൂടെ ആക്റ്റീവ് ആയിട്ടുണ്ട്, കുറച്ചുകൂടെ യങ്ങർ ആയതുപോലെ തോന്നുന്നു. അപ്പോൾ നമ്മൾ എന്ത് കരുതും, അദ്ദേഹം ഫോളോ ചെയ്യുന്ന അതേ കാര്യം നമുക്കും വർക്കൗട്ട് ആകുമെന്ന് കരുതി അദ്ദേഹത്തിൻ്റെ ഡയറ്റ് അതേപടി അച്ചടിച്ച് നമ്മൾ ഇങ്ങോട്ട് മേടിക്കും, അത് തന്നെ നമ്മൾ ഫോളോ ചെയ്യാൻ നോക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ചെയ്യുമ്പോഴേക്കും ഓൺലി തിങ് ഇസ് ഇതിൻ്റെ ബാക്കി പുള്ളി ചെയ്യുന്ന കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യത്തില്ല. ഫോർ എക്സാമ്പിൾ, ഹി മൈറ്റ് ബി എക്സസൈസിങ് വെൽ, അല്ലെങ്കിൽ കറക്റ്റായിട്ട് ഒരു ജിം റൂട്ടീൻ ഫോളോ ചെയ്യുന്ന ആളായിരിക്കാം, കറക്റ്റായിട്ട് ബ്ലഡ് പാരാമീറ്റേഴ്സ് ചെക്ക് ചെയ്യുന്ന ഒരാളായിരിക്കാം, അദ്ദേഹത്തിനുള്ള ഹെൽത്ത് കണ്ടീഷൻസ് ആയിരിക്കില്ല നിങ്ങൾക്കുള്ളത്. അദ്ദേഹം ചിലപ്പോൾ അധികം ഒബേസിറ്റി ഇല്ലാത്ത ഒരാളായിരിക്കാം, നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ബോർഡർ ലൈൻ ഒബേസിറ്റിയോ അല്ലെങ്കിൽ നോർമലിനേക്കാളും കൂടുതൽ ബോഡി വെയിറ്റ് ഉള്ള ഒരാളായിരിക്കും. അപ്പോൾ ഈ രണ്ട് പേരുടെയും ഡയറ്റ് വളരെ ടൈലർ മെയ്ഡായിട്ട് കൊണ്ടുപോയാൽ മാത്രമേ നിങ്ങൾക്ക് അതിൽ നിന്നുള്ള പോസിറ്റീവ് ബെനിഫിറ്റ്സ് കിട്ടത്തുള്ളൂ. പലപ്പോഴും ഇത്തരത്തിലുള്ള ബോറോഡ് ഡയറ്ററി പ്ലാൻസ് എന്നാണ് ഞാനിതിനെ വിളിക്കുക. ബോറോ ചെയ്തിട്ടുള്ള ഡയറ്ററി പ്ലാൻസ് കാരണം പലപ്പോഴും പലരും നിരാശപ്പെടുകയും പിന്നെ ഉദ്ദേശിക്കുന്ന റിസൾട്ട് കിട്ടാതെ വരികയും പിന്നെ അതിനെ റീകോമ്പൻസേറ്റ് ചെയ്തുകൊണ്ട് പഴയതിനേക്കാട്ടിലും മോശമായിട്ടുള്ളൊരു ഡയറ്ററി സിറ്റുവേഷനിലേക്ക് പോവുകയും ചെയ്യുന്നത് കാണാറുണ്ട്. ഇതൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പ്ലാൻഡായിട്ടും ബാലൻസ്ഡ് ആയിട്ടുമുള്ളൊരു ഡയറ്റ് പ്രോട്ടോക്കോളിലോട്ട് പോകാനായിട്ട് പറയുന്നത്. നമ്മൾ നോർമലി ഇൻസ്റ്റഗ്രാമിലോ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഗൂഗിളോ ചെയ്തിട്ട് ഒരു ഡയറ്റ് പ്ലാൻ എടുക്കുകയാണെങ്കിൽ പലപ്പോഴും കണ്ടുവരുന്നത് നമ്മളുടെ ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങളിൽ പല പേരുകളും ഈ ഡയറ്റ് പ്ലാനിനകത്ത് ഉണ്ടാവില്ല. അപ്പോൾ വാട്ട് ഹാപ്പൻസ്, നമ്മൾക്ക് ഈ ഡയറ്റ് ഫോളോ ചെയ്യണമെങ്കിൽ ഒരുപാട് നമ്മൾ ഇതിലോട്ട് സ്പെൻഡ് ചെയ്യേണ്ടി വരുന്ന അവസ്ഥയും വരാറുണ്ട്. ഇപ്പോൾ വളരെ എക്സോട്ടിക് ആയിട്ടുള്ള ഫ്രൂട്ട്സിൻ്റെ പേരുകൾ, വളരെ എക്സോട്ടിക് ആയിട്ടുള്ള മീറ്റ്സ്, കെയിൽ മീറ്റ് ഫോർ എക്സാമ്പിൾ, ഇതുപോലുള്ള സാധനങ്ങളൊക്കെ ആയിരിക്കും അതിനകത്ത് മെൻഷൻ ചെയ്തിരിക്കുന്നത്. എന്നാൽ ഇതിൻ്റെ പ്രോപ്പറായിട്ടുള്ള ലോക്കൽ അവൈലബിൾ പ്രോഡക്ട്സോ അല്ലെങ്കിൽ ലോക്കൽ അവൈലബിൾ ഓൾട്ടർനേറ്റീവ്സോ എന്താണെന്ന് അന്വേഷിക്കാതെ ഡയറക്റ്റായിട്ട് നമ്മൾ ഇത്തരത്തിലുള്ളൊരിത് ചെയ്താലും അഗൈൻ അധികം നാൾ പോകാതെ നമ്മളിത് ഡിസ്കണ്ടിന്യൂ ചെയ്യുന്നതാണ് കോമൺലി കണ്ടുവരുന്നത്. പിന്നെ എപ്പോഴും പലപ്പോഴും ആൾക്കാർ വിചാരിക്കുന്നത് നമ്മൾ ഡയറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് പട്ടിണി കിടന്നാൽ പലപ്പോഴും നമ്മൾക്ക് വെയിറ്റ് ലോസ് ഉണ്ടാവും എന്നാണ് എല്ലാവരും വിചാരിക്കുന്നത്. ഒരിക്കലും ഇത് ചെയ്യാതിരിക്കുക. പട്ടിണി കിടക്കുന്നത് കൊണ്ട് നിങ്ങൾക്കൊരിക്കലും നിങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള വെയിറ്റ് ലോസ് ഉണ്ടാവില്ല. നോട്ട് ഹാവിങ് ഫുഡ് ഇസ് വെരി വെരി ഡെട്രിമെൻ്റൽ ടു യുവർ ഹെൽത്ത്. നിങ്ങൾക്ക് ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി ഉണ്ടാവുകയും അതുപോലെ തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് ഏജിങ്ങിൻ്റെ സിംറ്റംസ് വരികയും പെട്ടെന്ന് നമുക്ക് സ്ട്രെസ്സ് കാരണമുള്ള വേറെ പല സിംറ്റംസും, ഗ്രേയിങ് ഓഫ് ഹെയർ വരാം, സ്കിൻ ഡീഹൈഡ്രേഷൻ വരാം, ലൈൻസ് ആൻഡ് റിങ്കിൾസ് കൂടുതൽ വരാം, ഇത്തരത്തിലുള്ള പിന്നെ കീറ്റോസിസ് എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിലോട്ട് നിങ്ങളുടെ ബോഡി പോകുമ്പോഴേക്കും നിങ്ങൾക്ക് ഒരു ബാഡ് സ്മെല്ലിംഗ് ബ്രെത്ത്, ബാഡ് സ്മെല്ലിംഗ് യൂറിൻ, ഇതൊക്കെയാണ് നിങ്ങൾക്ക് കോമൺ ആയിട്ട് കണ്ടുവരാവുന്ന പ്രോബ്ലംസ്. അതുകൊണ്ട് എപ്പോഴും എന്ത് തരത്തിലുള്ള ഡയറ്റ് ഫോളോ ചെയ്യുവാണെങ്കിലും ഓൾവേസ് നമ്മൾ വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കുക. നിങ്ങൾ ഫോളോ ചെയ്യുന്ന നിങ്ങളുടെ സ്പെഷ്യലിറ്റീസ് എന്താണോ അതിനെ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഡയറ്റിലോട്ട് തന്നെ പോവുക. മാത്രമല്ല എപ്പോഴും എയിം ഫോർ എ ബാലൻസ്ഡ് ഡയറ്റ്. അതായത് 10 ദിവസത്തിലോ 15 ദിവസത്തിലോ ചെയ്ത് തീർക്കാൻ പറ്റുന്നതല്ലാതെ നിങ്ങൾ ലൈഫ് ലോങ് നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു ഡയറ്റ് സിറ്റുവേഷനിലോട്ട് പോകുന്നതാണ് എന്തുകൊണ്ട് നല്ലത്. കോമൺലി പറയുവാണെങ്കിൽ ഷുഗർ കട്ട് ചെയ്യുക, നിങ്ങൾ കാർബ്സ് ആവശ്യത്തിനുണ്ടാവണം, പ്രോട്ടീൻസ് കുറച്ചധികം ഉണ്ടാവണം, അതുപോലെ തന്നെ നല്ല രീതിയിൽ വൈറ്റമിൻ ആൻഡ് മിനറൽ സപ്ലിമെൻറ്റഡും ആയിരിക്കണം. അപ്പോൾ ഇത്തരത്തിലുള്ള എല്ലാ തരത്തിലുമായിട്ടുള്ള ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റ് നിങ്ങൾക്ക് ലൈഫ് ലോങ് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഡയറ്റിൽ ഫോളോ ചെയ്യുന്നതാണ് എന്തുകൊണ്ടും ഹെൽത്തി. സോ ഡോണ്ട് ഗോ ഫോർ എനി ക്രാഷ് ഡയറ്റിംഗ് ഓർ എനി വിയേർഡ് ഡയറ്റ് സിറ്റുവേഷൻസ്. Always go for balanced diet.
അപ്പോൾ ഡയറ്റിങ്ങിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും എനിക്കറിയാവുന്നത് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി സ്പെസിഫിക് ആയിട്ടുള്ള ഡയറ്റ്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ യു കെൻ ഡെഫിനറ്റ്ലി റീച്ച് ഔട്ട് ടു us, write to us in our comment box. Until next episode, this is Dr. Shruti signing off.